ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലാണ് കേട്ടോ. തൃശ്ശൂർ ജില്ലയിൽ കരുവന്നൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു നല്ല പാലാസ് എന്ന് പറയാം, അത് പരിചയപ്പെടുത്താനാണ് കേട്ടോ. ഈ കാണുന്നതാണ് ആ പ്രോപ്പർട്ടി. ഏകദേശം ഒരു 8,000 ചില്ലാനും സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ പാലാസ്. ഓക്കെ, നിലവിലിത് 30 സെൻറ്റിലാണ് ഈ ബിൽഡിംഗ് ഇരിക്കുന്നത് കേട്ടോ. ഇത് നമുക്ക് കൊടുക്കാനുള്ളതാണ്. ഓക്കെ, 3-4 സ്ഥലത്തേക്കായിട്ട് ഫേസ് ചെയ്തിട്ട് നിൽക്കുന്ന ഒരു ബിൽഡിങ്ങാണിത്. ഓക്കെ, വേണ്ട ഇനി നമുക്കിതിൻ്റെ ഉൾഭാഗം കാണാം കേട്ടോ. കയറി വരുന്നത് സിറ്റ് ഔട്ട്, എല്ലാം തേക്കൊണ്ട് തന്നെ നല്ല ഭംഗിയിൽ ചെയ്തേക്കണം. ഇത് മണിച്ചിത്രത്താഴ് ഡോറാണ് 2 സൈഡിലും വന്നേക്കണത്. ഓക്കെ, കയറി വരുമ്പോൾ തന്നെ വലിയൊരു ഹാളാണ് കേട്ടോ. ഹാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് സ്റ്റേജ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് ഉള്ള സംഭവമാണ്. ഏകദേശം ഒരു 500 സ്ക്വയർ ഫീറ്റിലാണ് ഈ കയറി വരുന്ന ലിവിങ് റൂം ഉള്ളത്. ഇതുണ്ടല്ലേ, എല്ലാം മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിന് ഏകദേശം ഒരു 8 ബെഡ്റൂംസെങ്കിലും ഇതിന് വരുന്നുണ്ട് കേട്ടോ. ഇതൊരു ഫസ്റ്റ് ബെഡ്റൂം. അതിൻ്റെ ഡ്രസ്സിങ് റൂം ഇവിടെ വരുന്നുണ്ട്. അതിൻ്റെ ഭാഗത്ത് അറ്റാച്ച്ഡ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് റൈറ്റ് സൈഡിൽ ഡൈനിങ് സ്പേസാണ് സെറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ. ഡൈനിങ് സ്പേസും ഒക്കെ ഇൻറ്റീരിയലൊക്കെ ചെയ്ത് നല്ല മോഡേണായിട്ട്, അതിന് പുറത്തേക്ക് ഒരു ബാൽക്കണിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ഇവിടെ വാഷ് ബേസിനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു പുറം രാജ്യത്തെ സെറ്റപ്പാണ് ഈ വീടിനുള്ളത് കേട്ടോ. അതിൻ്റെ പുറത്ത് കിച്ചണിലും ചെറുതായിട്ട് ഡൈനിങ്ങും കാര്യങ്ങളും, വലിയൊരു കിച്ചൺ തന്നെയാണ് കേട്ടോ. അത് കാണാൻ തന്നെയുണ്ട്, നല്ല വലിപ്പമുള്ള കിച്ചൺ. അതിൻ്റെ പുറത്തായിട്ട് വർക്ക് ഏരിയയും മറ്റടുപ്പും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അവിടുന്ന് വീണ്ടും നമ്മൾ പുറത്തേക്ക് പോകണം. ഇതിൻ്റെ ഇടയിൽ ഇവിടുന്ന് ഇത് ഔട്ട് സൈഡാണ്. വീണ്ടും നമ്മൾ ഹാളിലേക്ക് കടന്നു. അവിടുന്ന് നെക്സ്റ്റ് ബെഡ്റൂമിലേക്ക് കിടക്കണം കേട്ടോ. ഇത് നെക്സ്റ്റ് ബെഡ്റൂമാണ്. സീലിംഗ് ഒക്കെ ചെയ്ത് നല്ല അടിപൊളി റൂമാണ്. ഓക്കെ, ഇത് ബെഡ്റൂമല്ല, ഇത് ഗസ്റ്റ് റൂമാണ് കേട്ടോ. ഗസ്റ്റുകളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതിന്ന് സംസാരിക്കാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ വീണ്ടും പുറത്തേക്ക് കിടക്കണം. പുറത്തേക്ക് കിടന്ന് നമ്മൾ അടുത്ത ബെഡ്റൂമുകളിലേക്ക് കിടക്കണം കേട്ടോ. ഇതിൻ്റെ ഇടയിൽ നമുക്ക് ഈ ഇവിടുന്ന് മുകളിലേക്ക് സ്റ്റെയർ പോകുന്നുണ്ട് കേട്ടോ. നല്ല മനോഹരമായിട്ടുള്ള സ്റ്റെയറാണ്. അതിൻ്റെ സൈഡിൽ കൂടെ ആണ് നമുക്ക് അടുത്ത ബെഡ്റൂമുകളിലേക്ക് കിടക്കുന്നത്.
ഇത് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂമാണ്. ഇതും എല്ലാം നല്ല സീലിങ്ങൊക്കെ നല്ല സെറ്റാക്കി ചെയ്തിട്ട് ഈ റൗണ്ട് ടൈപ്പിലാണ് ഏകദേശം എല്ലാ ബെഡ്റൂംസും വരുന്നത് കേട്ടോ. കാരണം വെച്ചാൽ ഈ വീടിൻ്റെ മുഖങ്ങളൊക്കെ പല സ്ഥലത്തേക്കും ഫേസ് ചെയ്തിട്ട് കേൾക്കണതാണ്. ഇതും ബാത്ത് ടബും എല്ലാ സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള ഉണ്ടല്ലേ, ഒരു 150 സ്ക്വയർ ഫീറ്റിൽ വലിപ്പമുള്ള ബാത്റൂമുകളാണ്. ഓക്കെ, ഇനി അടുത്ത ബെഡ്റൂമിലേക്ക് നമ്മൾ പോകണം. ഈ ബെഡ്റൂമിൽ നിന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ നല്ല മനോഹരമായിട്ടുണ്ട് കേട്ടോ, കണ്ടില്ലേ. ഓക്കെ, ഇനി അടുത്ത ഒരു കോമൺ ബാത്ത് ടബും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അതുകൂടാണ്ട് ഇനി അടുത്ത ബെഡ്റൂം അല്ലത്, ഇതൊരു കോൺഫറൻസ് റൂമാണ് കേട്ടോ. പുറമേ നിന്ന് എന്തെങ്കിലും മീറ്റിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ ആൾക്കാർ വരാണെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ളൊരു റിസപ്ഷനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ. ഇത് വേണമെങ്കിൽ വലിയൊരു 5 സ്റ്റാർ ഹോട്ടൽ തന്നെ സെറ്റ് ചെയ്യാം. അതിന് മാത്രമുള്ളൊരു സെറ്റപ്പ് ഈ വീടിനകത്തുണ്ട്. ഇത് കണ്ടില്ലേ, എല്ലാ കാര്യങ്ങളും ഇത് അടിപൊളിയായിട്ടുണ്ട്. ഇവിടുന്ന് പുറത്തുനിന്ന് നമുക്ക് സെപ്പറേറ്റ് എൻട്രി ചെയ്തിട്ടുണ്ട്. അകത്തുനിന്നും കടക്കാൻ പറ്റും. ഓക്കെ, ഇനി വീണ്ടും പുറത്തേക്ക് കടന്നിട്ട് ലീവിങ്ങിൻ്റെ സ്പേസ് ഉണ്ട്. ഗ്രില്ലൊക്കെ ഉണ്ടല്ലേ റൗണ്ട് ടൈപ്പിൽ. വീണ്ടും മുകൾ ഭാഗത്തേക്ക് പോകണം കേട്ടോ. മുകളിലേക്ക് കടന്നു. ഇത് ഫുള്ള് ഗ്രാനൈറ്റാണ് കേട്ടോ ചെയ്തേക്കണത്. ഫുള്ള് ഗ്രാനൈറ്റ്. ഇത് ഈ ഡോറ് വന്നിട്ട് ടെറസിൻ്റെ മുകളിലേക്കുള്ളൊരു എൻട്രി ഉണ്ട് കേട്ടോ. ഇവിടെ വെളിച്ചത്തിൻ്റെ ഇത്തിരി കുറവുണ്ട്. ഇത് കണ്ടില്ലേ, ഇത് ഇങ്ങനെ മുകൾ ഭാഗത്ത് 4 ബെഡ്റൂമാണ് വരുന്നത്. മുകൾ ഭാഗത്ത് 4. ഇതൊരു ബെഡ്റൂം. ഇതും അറ്റാച്ച്ഡ് കാര്യങ്ങളൊക്കെ ആയിട്ട് വാഷ്റൂം. ഇത് കണ്ടില്ലേ, ടബും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഇടയിൽ നമ്മുടെ ചാനലൊന്ന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തോളൂ. അതുപോലെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്തോളൂ കേട്ടോ. ഇതുപോലത്തെ വീഡിയോസൊക്കെ ഒരുപാട് നമ്മൾ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് പാസേജ് വരുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഒരു കോമൺ ബാത്റൂം വരുന്നുണ്ട് കണ്ടോ. അതും ഇതെല്ലാം ബാത്റൂംസ് ഇതുപോലെ നല്ല സെറ്റപ്പിലൊക്കെ ചെയ്തേക്കണം കേട്ടോ. അതിൻ്റെ ബെഡ്റൂമാണിത്. റൗണ്ട് ടൈപ്പിൽ ഒരു 350 സ്ക്വയർ ഫീറ്റോളം വരുന്നുണ്ട് കേട്ടോ. കണ്ടില്ലേ, ചുറ്റും റൗണ്ട് ടൈപ്പിൽ വിൻഡോസ് കൊടുത്തിട്ട് ഇതായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ മുകളിലത്തെ 2 ബെഡ്റൂം കഴിഞ്ഞു. വീണ്ടും നമ്മൾ അടുത്ത 3ാമത്തെ ബെഡ്റൂമിലേക്ക് പോകണം. അപ്പോൾ ഇവിടെ ഒരു പാസേജ് കിട്ടുന്നുണ്ട്, നമുക്ക് നല്ലൊരു പാസേജ് കിട്ടുന്നുണ്ട്. ഇനി അടുത്ത ബെഡ്റൂമിലേക്ക് പോകണം. അവിടെയും ഇതുപോലെ നല്ല ആർച്ചും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല സെറ്റപ്പായിട്ട് ഇവിടെ ഒരു കിച്ചൺ വരുന്നുണ്ട് കേട്ടോ മുകൾ ഭാഗത്ത്. അതിൻ്റെ ഇടയിൽ ഇത് കണ്ടില്ലേ, മറ്റേ വാഷ് ബേസിനും കാര്യങ്ങളും ഇതൊക്കെ ഉണ്ട്. ഇവിടെ ഒരു കിച്ചണും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതിനകത്ത്. പിന്നെ ഇവിടെ അടുത്ത ബെഡ്റൂം. ഈ ബെഡ്റൂമിൽ ലൈറ്റില്ല, കറണ്ട് ഇവിടുത്തെ ബൾബുകളൊക്കെ ഉപയോഗിക്കാം. അതിന് അറ്റാച്ച്ഡ് ബാത്റൂമും കാര്യങ്ങളൊക്കെ ടപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, എല്ലാം ഫിറ്റിങ്സ് അടിപൊളിയാട്ടോ. ഇനി നെക്സ്റ്റ് മുകളിൽ 4ാമത്തെ ബെഡ്റൂമിലേക്ക് കിടക്കണം. ഇതിൻ്റെ ഇടയിൽ അതെ 4ാമത്തെ ബെഡ്റൂമും ഇതേപോലെ തന്നെ കേട്ടോ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ഓർമ്മപ്പെടുത്തണം. അതിനും അറ്റാച്ച്ഡ് ബാത്റൂമും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല സെറ്റപ്പിൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ,
എല്ലാം 5 സ്റ്റാർ ഹോട്ടലിൻ്റെ സെറ്റപ്പിലാണ് എല്ലാം സെറ്റ് ചെയ്തേക്കുന്നത്. ഇനി അടുത്ത ബെഡ്റൂമുണ്ട്. ടോട്ടൽ 8 ബെഡ്റൂംസാണ് ഉണ്ട്. അടുത്തത് ഇതും സീലിങ്ങൊക്കെ ഇവിടെ ലൈറ്റ് ഉണ്ട്. സീലിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നല്ല സെറ്റാക്കിയത്. പാർട്ടി ഇതിന് ഉദ്ദേശിക്കുന്ന വില എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2,90,00,000 ഉദ്ദേശിക്കുന്നത് കേട്ടോ. 30 സെൻറ്റ് സ്ഥലവും വീടും കൂടിയിട്ട് 90 ലക്ഷം ഉദ്ദേശിക്കുന്നത്. ഇതിനും എല്ലാ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ഇവിടെ ഡ്രസ്സിങ് റൂമും കാര്യങ്ങളൊക്കെ. 2,90,00,000 വളരെ കുറവ് റേറ്റിന് പറഞ്ഞേക്കണത്. താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് നമ്മളെ കോണ്ടാക്ട് ചെയ്യാം, കാര്യങ്ങൾ ഡീലാക്കാം കേട്ടോ. ഈ ഒരു ബസ് റൂട്ടിൽ നിന്ന് തൃശ്ശൂർ കൊടുങ്ങല്ലൂർ ബസ് റൂട്ടിൽ നിന്ന് വെറും 50 മീറ്റർ മാത്രം ഡിസ്റ്റൻസ് ഉള്ളൂ. അതുപോലെ തന്നെ 1 കിലോമീറ്റർ ചുറ്റുള്ള എല്ലാ സൗകര്യങ്ങളും ഇതിനുണ്ട്. നമുക്ക് വല്ല റിസോർട്ടിനോ ഹോട്ടലിനോ എന്താവശ്യത്തിനും ഇത് അനുയോജ്യമായിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ് കേട്ടോ. ഇതിൻ്റെ എൻട്രൻസ് ഒക്കെ കണ്ടില്ലേ, ഇങ്ങനെ ഇവിടെ സ്റ്റെയർ ഇങ്ങനെ വന്ന് ഈ സ്റ്റെയർ ഇങ്ങനെ കയറി വന്ന് അടിപൊളി ലുക്കാണ്. ഓക്കെ, ബിസിനസ് ആവശ്യത്തിന്, റിസോർട്ട് ഹൗസിന്, ടൂറിസത്തിന് എന്തും അനുയോജ്യമായിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ്. ഓക്കെ, താങ്ക് യു.